മുരുകാ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ബലി അർപ്പണം ചെയ്യുക എന്നത് എല്ലാ മതവിഭാഗങ്ങളും അവരവരുടെ പണ്ഡിതന്മാരുടെ നിഷ്കർഷ അനുസരിച്ച് പണ്ടേ ചെയ്യുന്നതാണ്. ആത്മാക്കൾക്ക്, അതായത് പരേതാത്മാക്കൾക്ക് തൃപ്തി ഉണ്ടാവുക, അതിനായാണ് ഈ ബലിതർപ്പണം, സദ്യ വെച്ചു കൊടുക്കൽ എന്നിവ ചെയ്യുന്നത്. ഇത് എല്ലാ മതസ്ഥരും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അത് അവരവരുടെ ആത്മീയ ആചാര്യന്മാർ പറഞ്ഞു വച്ച രീതി അനുസരിച്ച് പ്രാചീന കാലം മുതലേ ഇത് ചെയ്യുന്നതാണ്. ഇതിൽ നിന്ന് തിരിച്ചു പോകാനോ വിമർശിക്കാനോ സാധാരണ വിശ്വാസികൾക്ക് അത് ഇഷ്ടമല്ല, അവർ തയ്യാറുമല്ല. ആത്മാക്കൾ നശിക്കാത്തതാണെന്നും ശരീരം നശിക്കുന്നതാണെന്നും ഉള്ള ശക്തമായ വിളംബരം അത് സർവർക്കും അറിയാവുന്നതാണ്. എന്നാൽ വാവ് കഴിഞ്ഞ ഈ വേളയിൽ ഈ വിഷയം അവതരിപ്പിക്കാം എന്ന് തോന്നി. അതായത് നമ്മൾ ബലിതർപ്പണം ചെയ്താലോ സദ്യ കൊടുത്താലോ ചില ആത്മാക്കൾ തൃപ്തരാവുകയില്ല. അതിനെന്താണ് തെളിവ്? അതിന് തെളിവായി പറയുന്നത്, നമ്മുടെ ഭവനത്തിൽ കാക്ക കയറി വരിക, പട്ടി കടന്നു വരിക, ഇതെല്ലാം അവരുടെ ആത്മാക്കളുടെ അതൃപ്തിയാണ് അറിയിക്കുന്നത്. മനോവാക്കായ കർമ്മങ്ങളാണത്. അവർക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ. ആ മനോവാക്കായ കർമ്മങ്ങളാണത്. പിന്നീടും ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ആവശ്യത്തിനായി ഭസ്മം എടുക്കുമ്പോൾ ഭസ്മം താഴെ വീഴുക, നിമിത്തം വെച്ചാണെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഭസ്മം വീഴുന്നത് കണ്ടാലും താഴെ വീഴുക, വീട്ടിലുള്ള പാത്രങ്ങൾ താഴെ വീഴുക, പ്രത്യേകിച്ച് മൺപാത്രങ്ങൾ താഴെ വീണ് ഉടയുക, ഇതൊക്കെ ആത്മാക്കൾ തൃപ്തരല്ല, അവർ ആ ഭവനത്തിൽ നിന്നും പോയിട്ടില്ല എന്നാണ് തെളിവുകൾ. അപ്പോൾ അതിന് തിരികെ എന്ത് ചെയ്യാം? വിഷ്ണുവിനെ സ്മരിച്ച് മന്ത്രങ്ങൾ പറയാം. അതിലൊന്ന് ഇതാണ്: ഓം ഭഗവതേ വാസുദേവായ ധന്വന്തരമൂർത്തയെ ത്രൈലോക്യനാഥായ മഹാവിഷ്ണുവേ നമഃ എന്ന് പലതവണ പറയാം. ഏത് മന്ത്രങ്ങളും 108 പറയുന്നത്, ആചരിക്കേണ്ടതെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത് പറയുകയും രാവിലെയിൽ 2-3 തുട്ടുകൾ കെട്ടിപ്പൊതിഞ്ഞ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ സമർപ്പിക്കുകയും ചെയ്യുന്നത് മനഃശാന്തിക്കിടെയാണ്. അവർ അങ്ങനെ അവിടെ നിന്ന് ആ ഭവനത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്നാണ് കാണുന്നത്. വീണ്ടും ഒരു കാര്യം, ഈ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്. ആത്മാക്കൾക്ക് നാശമില്ല, ശരീരത്തിനാണ് നാശം. ആത്മാക്കൾ നശിക്കുന്നതല്ല എന്ന പൂർണ്ണ വിശ്വാസം കൊണ്ടാണ് നാം ബലിതർപ്പണം ചെയ്യുന്നതും ആഹാരം സദ്യ ഉണ്ടാക്കി അത് വെച്ചു കൊടുക്കുന്നത്. അവരത് കഴിച്ചതിന് ശേഷമാണ് ആ വീട്ടിലെ മുതിർന്ന ആൾ കഴിക്കുന്നത്. മൊത്തമായി വെച്ചു കൊടുക്കുന്ന ഇടങ്ങളും ഇല്ലാതില്ല. എന്തായാലും മുരുക ജ്യോതിഷത്തിൻ്റെ പേരിൽ ഏവർക്കും നന്ദി ഉണ്ടാകട്ടെ. ഇത് കാണുന്ന നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് ബഹുമാനമുണ്ട്. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് സവിനയം അപേക്ഷിക്കുന്നു.